ഇന്ന് എനിക്ക് എൻ്റെ കസിൻ്റെ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നേരത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. തീരെ പ്രതീക്ഷിക്കാതെ തന്നെ ആളുടെ ഫാദറിന് ചെറിയൊരു ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആളുടെ ഫാദറിനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോകുന്നത്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചമയക്കുന്നേരത്തെ സമയമായിരുന്നേ. അതുകൊണ്ട് തന്നെ എൻ്റെ കസിനെ തീരെ കാണാൻ കിട്ടിയില്ല കേട്ടോ. ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. ആൾക്ക് ഇന്നലെ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ആൾ ആ ട്രിപ്പിൻ്റെ ക്ഷീണം മാറ്റാൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് നല്ല ഉറക്കത്തിലായിരുന്നേ. എൻ്റെ ഹെൻസു ബേബിക്ക് ഇവിടെ വന്നാൽ കാഴ്ചകൾ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. കളിപ്പിക്കാനും കളിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ പെട്ടവരാണ് കേട്ടോ ഇതായി നിൽക്കുന്നവരൊക്കെ. ഇവരൊക്കെ എൻ്റെ മാമക്ക് സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കേട്ടോ. ആളങ്ങനെയാണ് ഇവരെല്ലാം പരിചരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഒരു കുറുമ്പനുണ്ട് കേട്ടോ. അവൻ്റെ പേര് അലി എന്നാണേ. പരിചയമില്ലാത്ത ആര് അവൻ്റെ അടുത്തേക്ക് നിന്നാലും അവൻ നല്ല ഇടി കൊടുക്കുകയും അതുകൊണ്ട് ഞങ്ങൾ വലുതായിട്ട് അവൻ്റെ അടുത്തേക്ക് പോയില്ല കേട്ടോ. ഹെൻസ് ബേബിക്ക് അവരെല്ലാവരെയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. നമ്മൾ തിരിച്ചു വന്നത് നേരെ ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നേ. പൊന്നുവിന് 2 ദിവസമായിട്ട് സോക്സിൻ്റെ അലർജി ആണെന്നോന്ന് അറിയില്ല, കാലിൽ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ. ആളുടെ ബസ് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ. ആളെ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടേ. ഈ ഹോസ്പിറ്റലിലെ ചെറിയൊരു പോർഷനിൽ കുഞ്ഞൊരു പ്ലേയിങ് ഏരിയ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഹെൻസ് ബേബിയെ കുറച്ച് നേരം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങി പൊന്നൂസ് ഓടിപ്പോയത് ആദ്യം തന്നെ ഹെൻസിബിയുടെ അടുത്തേക്കായിരുന്നേ. പിന്നെ രണ്ടാളും കൂടെ അവിടെ പ്ലേയിങ് ഏരിയയിൽ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഡോക്ടറിനെ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് മെഡിസിനൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരുമായിരുന്നേ. വരുന്ന വഴിക്ക് ഇവിടെ ഒരാളൊരു കൊതി പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ആൾക്ക് ഷവർമ കഴിക്കണമെന്ന്. എന്നാൽ പിന്നെ ആളുടെ കൊതിയാണെങ്കിൽ തീർത്തേക്കാമെന്ന് വിചാരിച്ച് അത് വാങ്ങാനായിട്ട് നമ്മൾ അടുത്തൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്കൊക്കെ മന്തി കഴിക്കാൻ ബോധി വരാറുള്ളപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിലെ മന്തി ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ. പൊന്നുവിന് ഷവർമ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ആൾ ലൈവായിട്ട് ഷവർമ മേക്ക് ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ആ കാഴ്ചയിൽ ലയിച്ച് അങ്ങനെ നിന്നുപോയി. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.